തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ സംസ്ഥാനത്തേക്ക് എത്തുന്ന വിഐപികളുടെ എണ്ണവും കൂടുകയാണ്. എന്നാൽ വിഐപികൾ സഞ്ചരിക്കുന്നതാകട്ടെ പ്രോട്ടോകോൾ പ്രകാരമുള്ള മെഡിക്കൽ സംഘം ഇല്ലാതെയാണ്. വിഐപി ഡ്യൂട്ടിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച് സർക്കാർ ഡോക്ടർമാർ സുരക്ഷാ ഡ്യൂട്ടി ബഹിഷ്കരിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി സഞ്ചരിച്ച വാഹന വ്യൂഹത്തിൽ സർക്കാർ മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരുന്നില്ല. അതീവ സുരക്ഷയിൽ ചീറിപ്പായുന്ന VIP വാഹന വ്യൂഹത്തിൽ ആംബുലൻസ് കാണാം. യാത്രക്കിടെ VIPക്ക് അപകടമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അടിയന്തര ചികിത്സ നൽകാനാണ് മെഡിക്കൽ സംഘത്തെ നിയോഗിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് VIP മെഡിക്കൽ സംഘം സഞ്ചരിക്കുന്നത് ഡോക്ടർ ഇല്ലാതെയാണ്. നേഴ്സ് മാത്രമാണ് വാഹന വ്യൂഹത്തിലുള്ളത്. രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ സഞ്ചരിച്ചതും പ്രോട്ടോകോൾ പാലിക്കാതെയാണ്. മെഡിക്കൽ ഓഫീസർക്ക് മനുഷ്യത്വപരമായ പല കൺസിഡറേഷനും ഇപ്പോഴും കിട്ടുന്നില്ല. ഭക്ഷണം കിട്ടുന്നില്ല, സ്റ്റേ കിട്ടുന്നില്ല, ലേഡീസ് പോകുമ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കിട്ടുന്നില്ല. ജില്ലാ അതിർത്തികളിൽ പോയി കിടക്കുമ്പോൾ VIPകൾ കാത്തു മണിക്കൂറുകളോളം അത് വെയിലത്ത് ആംബുലൻസുകൾക്കകത്ത് കിടക്കേണ്ടി വരുന്നു. പുതിയ വാഹനങ്ങളെല്ലാം പോകുന്നത് 100 കിലോമീറ്ററിന് മുകളിലാണ്. നമ്മുടെ പഴകിയ ആംബുലൻസുകൾ അതോടെ ഓടിയെത്താൻ പലപ്പോഴും ബുദ്ധിമുട്ടുന്നു. പത്തനംതിട്ടയിലൊക്കെ ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ VIP ഡ്യൂട്ടിയും 5 ദിവസത്തെ ഗ്യാപ്പിലെങ്കിലും നോട്ടിഫിക്കേഷൻ തന്നിരിക്കണമെന്ന് ഗൈഡ് ലൈൻസ് പറയുന്നു. പക്ഷേ പലപ്പോഴും VIP ഡ്യൂട്ടിക്ക് ഓർഡർ വരുന്നത് മണിക്കൂറുകൾ മുമ്പ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്യൂട്ടിക്ക് പോസ്റ്റ് ചെയ്യുന്ന ഡോക്ടർമാരെല്ലാം ആശുപത്രി ഡ്യൂട്ടിയിലുള്ളവരാണ്. ഹോസ്പിറ്റൽ കെയർ, OP, ഓപ്പറേഷൻ തിയേറ്റർ ഇതിനെയെല്ലാം കൃത്യമായിട്ട് ബാധിക്കും. ചീഫ് സെക്രട്ടറിക്കും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർമാർക്കും KGMOയെ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്.